ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നോട്ട്ബുക്കിൻ്റെ പ്ലെയിൻ പേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇത് കണ്ടോ, ഇത് ലാസ്റ്റ് ഇയറിലെ മോൻ്റെ ബുക്കിൽ ബാക്കി വന്നിട്ടുള്ള പേജസ് എല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരു പേജാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് പ്ലെയിൻ ബുക്കിൻ്റെ പേജോ അല്ലെങ്കിൽ പ്ലെയിൻ പേപ്പറോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെളിച്ചെണ്ണയോ ഇങ്ങനത്തെ ഓയിലുകളോ എന്ത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ തുണിയോ കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ എന്താണ് ടിഷ്യൂ അത്ര നല്ലതല്ല, നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് അങ്ങനെയോ അതും അല്ലെങ്കിൽ കോട്ടണിൽ മുക്കിയിട്ട് ആയാലും ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പേപ്പറിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നിങ്ങൾക്കിപ്പോൾ കാണുന്ന മനസ്സിലാവുണ്ടോ, ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് കണ്ടോ. ഇനി ഇതൊരു സൈഡ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിന് നമുക്ക് നല്ല ഓയിൽ തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. അതിന് പകരമായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ബാക്കി വരുന്ന ഓയിലുണ്ടല്ലോ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അതിന് ശേഷം രണ്ട് സൈഡിലാക്കിയതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കണം. എക്സസ് ആയിട്ടുള്ള ഓയിൽ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഒരു സൈഡ് എടുക്കുമ്പോൾ താഴത്തെ ആ ഒരു പേപ്പറും കൂടെ നമ്മൾ തുടച്ചിട്ട് വേണം മറച്ചിട്ടിട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് ഇതിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ നിങ്ങൾ കളഞ്ഞെടുക്കുക. അപ്പോൾ റബ്ബ് ചെയ്ത് കളയാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ യൂസ് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മളിത് ഒന്നുകൂടെ പോകാനായിട്ട് ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോഴും അതിലത്തെ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഫുള്ളായിട്ട് പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് പേപ്പർ എടുത്ത് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ട്രേസിങ് പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കളറിങ് ബുക്ക് എടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് വെക്കുമ്പോൾ തന്നെ അറിയാം ഇതിലത്തെ പിക്ചർ കണ്ടോ, നമുക്ക് ട്രേസിങ് പരുവത്തിൽ കാണുന്നുണ്ട്. ഇത് നമ്മുടെ നോർമൽ പേപ്പറാണ്. അത് വെക്കുമ്പോൾ കണ്ടോ, ഇതും അതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ട്രേസിങ് പേപ്പർ പോലെ ആക്കിയെടുത്തത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. നമ്മുടെ നോർമൽ പേപ്പർ പോലെയല്ല, വ്യത്യാസമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രേസ് ചെയ്യുക എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുകളിൽ വെക്കുക, എന്നിട്ട് അതിന് മുകളിലൂടെ നമ്മൾക്ക് വരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ കുക്കിംഗ് ചെയ്തിട്ട് ബാക്കി വരുന്ന നമ്മുടെ ഫ്രൈ ചെയ്ത ഓയിലൊക്കെ നമ്മൾ കളയാനൊക്കെ വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടാവില്ലേ, ആ ഓയിലൊക്കെ ആയാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റബ്ബ് ചെയ്യാൻ ഡിപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അല്പം ഓയിൽ മാത്രം മതി, എന്നിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഓയിലൊന്നും ചിലവില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ട്രേസ് പേപ്പറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ട്രേസിങ് പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് തന്നെയാണ് നമ്മൾ കേക്കിനൊക്കെ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതും വേണമെങ്കിൽ ഇങ്ങനെ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ ട്രേസ് ചെയ്തെടുത്തു. കണ്ടോ, അപ്പോൾ ട്രേസിങ് പേപ്പർ പൈസയൊന്നും കൊടുത്ത് മേടിക്കാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ട്രേസിങ് പേപ്പർ വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീണ്ടും വരും വരേക്കും ബൈ ബൈ.